ഹായ് ഹലോ എല്ലാവർക്കും ജാനാവളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് WCCൻ്റെ മീറ്റപ്പിന് പോയ ഒരു പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ പാർട്ട് 1 ബീച്ചിക്ക് പോകുന്നിടത്തോളമല്ല വീഡിയോ ഇട്ടത്. അതിൻ്റെ ബാക്കി വിശേഷം ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ പാർട്ട് 1 നോക്കാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആരെങ്കിലും പാർട്ട് 1 നോക്കാത്തുണ്ടെങ്കിൽ അത് നോക്ക് ഫസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിക്കെല്ലാം എത്തി. കോഴിക്കോട് ബീച്ച് എന്തോ ഒരു പാങ്ങന്നല്ലേ വീഡിയോയിലെല്ലാം കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടു ഞാൻ കോഴിക്കോട് ബീച്ച്. പക്ഷേ ഞാൻ പോയിട്ടൊന്നുമില്ല, സ്കൂളും മദ്രസയിലായിട്ട് വെക്കേഷനപ്പോൾ വേറെ എടുക്കങ്ങ് പോകുന്നത്, അല്ലാതെ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്നും ബേറലില്ല. അങ്ങനെ മീറ്റപ്പിൻ്റെകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത്, അല്ല ഞങ്ങൾ പേരെന്തില്ലാനേ. അപ്പോൾ ഞങ്ങൾ ബീച്ചിക്കെല്ലാം പോയിട്ട് നല്ല എൻജോയ് ആക്കുന്നുണ്ട്. ഇതാ അവിടെ ഫുള്ളും ആള്, ആ മൂലന്ന് ഈ മൂലോളം ആൾ തന്നെ. ഓറ പറഞ്ഞിട്ടും കാര്യമില്ല, അത്ര പാങ്ങുണ്ട് കോഴിക്കോട് ബീച്ച്, നോക്കണ്ട തന്നെ. സാധാരണ ബീച്ച് തന്നെ, പക്ഷെ എന്തോ ഒരു സ്പെഷ്യല് കോഴിക്കോട് ബീച്ചിന്. എത്ര ആള് എല്ലാവരും ബീച്ചിൽ ആടെ കടലിൻ്റെ ആടെ ഉണ്ട്, കുറേ ആളവിടെ ഇരുന്നിട്ടുണ്ട്, കുറേ ആളുടെ സാധനം വാങ്ങുന്നുണ്ട്, അങ്ങനെ കുറേ ആളുണ്ട്. അവിടെ കുറേ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങ, ഒറണ്ടി ഐസ്, കല്ലുമക്കായ, അങ്ങനത്തെ എല്ലാം കുറേ ഉണ്ട്. അപ്പം ഞങ്ങൾ അതാ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അടുത്ത പൊയ്യയില്ലേ, നമ്മളടുത്ത കാസർഗോഡ് അല്ല പൊയ്യ ഒരു ബാർ തന്നെ, കാലിലല്ലേ പറ്റുന്ന പോലത്തെ അല്ലേ, കുറേ നേരമാണത് പോണമെങ്കല്ലോ. ഇവിടുത്തെ ഒരു ബാർ തന്നെ പൊയ്യ. അത് എന്ത് ചെല്ലണ്ടേ അങ്ങനെയെന്ന് അറിയില്ല, അത് നിങ്ങൾക്ക് വന്നിട്ടാൻ പറയും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെല്ലണമെന്ന് അറിയില്ല. അതാ അവിടെ ഫുള്ള് സെൻറ്റെല്ലാം വെക്കുന്നുണ്ട്, ടെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ വെച്ചിനോറ് അവിടെതാ. ഞങ്ങൾ പിന്നെ ആടിക്കന്ത് പോയിട്ടാ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ട് കുറേ കളിക്കുന്ന സാധനം എല്ലാം ഉണ്ട്. വീട് തന്നെ എല്ലാവരും തിരക്കുണ്ടാകുന്ന നട നമ്മുടെ കോഴിക്കോട് ഇത്തില്ലേ, ഫോട്ടോ എടുക്കാനും എല്ലാവരും ഇവിടെ തന്നെയല്ലേ നിൽക്കല്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നമ്മുടെ ഫുള്ള് എടുക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഓരെല്ലാം എടുത്തിട്ടെല്ലാം ആട്ടലിട്ട് ഞങ്ങളും കാത്ത്. ആരെല്ലാം കോഴിക്കോട് ബീച്ചിക്ക് പോയിട്ടാണെല്ലാം കമൻ്റ് ആക്ക്. പോവാത്തവർ പോകണ്ട തന്നെ. ഞാൻ ബസ് വിചാരിച്ചോണ്ടേ എന്തിപ്പോൾ ഈ കോഴിക്കോട് ബീച്ചിലുള്ളത്, പക്ഷെ നോക്കുമ്പോൾ നല്ല പാങ്ങുണ്ട്. അങ്ങനെ ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഞാൻ ഫോട്ടോ എടുക്കുന്നത് വിചാരിച്ചില്ല, പക്ഷെ ഉമ്മ എടുത്ത വീഡിയോ അങ്ങനെ ഫോട്ടോവും വീഡിയോ എല്ലാം എടുത്തിട്ട് ഫുൾ എൻജോയ് ആക്കിയിട്ട് നമ്മൾ നടക്കുന്നുള്ളത്. അവിടെ നടക്കുമ്പോൾ അറിയുന്നേ ഇല്ല, രാത്രി ബീച്ച് പൊലിസ് തന്നെയല്ലേ. അപ്പോൾ അത് കോഴിക്കോട് ബീച്ചെങ്കിൽ അതിനാട്ടിയും പൊലിസ്. ഇതവിടെ കുറേ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്, കുറേ കളിക്കുന്ന സാധനത്തിൽ. അങ്ങനെ ഇതാ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടെല്ലാം പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ വന്നോറും വീഡിയോ എടുക്കുന്നുണ്ട് ഓർക്ക് യൂട്യൂബിലിടാൻ. അങ്ങനെ ഇതാ എല്ലാം വീഡിയോ എടുത്തുകൊണ്ടും കാറ്റും കൊണ്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഫുള്ള് കളിക്കുന്ന തന്നെ, കളിക്കുന്നതും സെൻറ്റിൻ്റെ വിടവും കായിൻ്റെ അങ്ങനത്തെ എല്ലാം. ഞാൻ അവിടുന്ന് കായിൻ്റെ മേങ്ങിനാനി 40 ഉറുപ്പ്യൻ്റെ ഞാൻ ഗെറ്റ് വിത്ത് മീൽ കാണിച്ചിട്ട് അത് ഞാൻ ഇവിടുന്ന് മേങ്ങിയത്. ഈ വീഡിയോ ഇടുമ്പോൾ സ്കൂളെല്ലാം തുറന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മദ്രസയിൽ പൊതുപരീക്ഷ എന്നെല്ലാം കമൻ്റ് ആക്കാം. നിങ്ങൾക്ക് പൊതുപരീക്ഷ 10th നിങ്ങൾ ഏത് ക്ലാസ് 7th 5th 10th +2 എന്നെല്ലാം കമൻ്റ് ആക്കുക. അല്ലെങ്കിൽ പൊതുപരീക്ഷ അല്ലേ എന്നെല്ലാം കമൻ്റ് ആക്കാവോ. ഇതാ ഇവിടെ ഫുള്ള് കായിൻ്റെ, എങ്ങനത്തെ കായിൻ്റെ വേണമെന്നുണ്ട്, ട്രഡീഷണലുണ്ട്, വെസ്റ്റേണും ഉണ്ട്, എല്ലാം ഉണ്ട്. വേണ്ടതെടുക്കുക. ഇപ്പുറത്ത് ഫുള്ള് കളിക്കുന്ന ടോക്കും സ്കെച്ചും ബലൂണും. ചെറിയ പിള്ളേർക്ക് അതെല്ലാം ഇഷ്ടമായതുകൊണ്ട് അവരെല്ലാം അത് മേങ്ങുന്നുണ്ട് അവിടെ. ഇത് ഞാൻ ചില്ല ബലൂണ് ലൈറ്റ് കത്തുന്നത്. ഇതെല്ലാവരുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും അവിടെ ഫുള്ള് എൻജോയ് ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എൻജോയ് ആക്കുന്നുണ്ട്. ഇതാ കുറേ കളിക്കുന്ന സാധനമുണ്ട്. നിങ്ങൾ തന്നെ നോക്കുക, കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ ചേല് നോക്ക് നിങ്ങൾ തന്നെതാ എന്ത് പാങ്ങല്ലേ. എല്ലാവരും അവിടെ ഇരുന്നിട്ട് അവിടെ ഫുള്ള് പൊലിസാക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നടന്നിട്ട് പൊലിസാക്കുന്നുണ്ട്. ഇതാ എത്ര കണ്ടാൽ മതിയാകുന്നില്ല. കളിക്കുന്ന ഷോപ്പ്, സെൻറ്റ് അങ്ങനത്തെ സ്പ്രേ അങ്ങനത്തതും, കമ്മൽ കായിൻ്റെ എല്ലാം അങ്ങനത്തത്, അതന്നെ ഫുള്ള് ഷോപ്പ് എല്ലാം അവിടെ തന്നെ. എന്താ ആതിര കളിക്കുന്നത് അങ്ങനെ ഫുള്ള് കളിക്കുന്ന തന്നെ അവിടെ. ആദില ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ട് കിട്ടീന്, ഐ ലവ് കോഴിക്കോടിലിട്ട്. ആടം കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട്
എന്നിട്ട് ഞങ്ങൾ അതിലും കുറച്ച് നടക്കാൻ പോയി. നടന്നും തീർന്നില്ല. പക്ഷെ നമുക്ക് ബലം എന്താന്നില്ല, നല്ല പൊലിസല്ല നടക്കാനല്ലോ. അത് രാത്രി ഇങ്ങനെ നല്ല തണുപ്പിൽ നടക്കാൻ നല്ല പാങ്ങ തന്നെ. ഇവിടെ ഫുള്ള് ബലൂണും അങ്ങനത്തെല്ലോ. ഇതാ ഇപ്പുറത്തെയാണ് ഞാൻ ചെല്ലിയ ഫുഡ് സ്ട്രീറ്റ്. ഫുള്ള് ഉപ്പിലിട്ടത്, കാടമുട്ട, അങ്ങനത്തെ കുറേ ഉണ്ടായത്. അങ്ങനത്തെ എല്ലാം മേങ്ങി. ഉപ്പിലിട്ട പൈനാപ്പിൾ എല്ലാം മേങ്ങി. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് 4:30 ട്രെയിനിൽ വന്നിട്ട് 9 മണിയാകുമ്പോൾ എടുക്കത്താന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് നേരെ 9 മണിക്ക് തന്നെ തുടങ്ങുന്നല്ലേ പ്രോഗ്രാം. അപ്പോൾ നേരെ പോവാന്ന്. പക്ഷെ നമുക്ക് ഉറക്കത്തിൻ്റെ ക്ഷീണവും എല്ലാം ആയിട്ട് നമുക്ക് കഴിയലാലോ. 4 മണിക്കൂർ എന്തോ ഉണ്ട് ട്രെയിനിൽ യാത്ര. അതിനോട് ഞങ്ങൾ വിചാരിച്ച് മുമ്പ് ഒരു ദിവസം തന്നെ വന്ന് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പോവാല്ലേ. അങ്ങനെ ആയിട്ട് വന്നത്. ഇപ്പോൾ അങ്ങനെ വന്ന് നല്ലതായി. ഇതാ ബീച്ചെല്ലാം കാണാൻ കഴിയുന്നല്ലേ ഇപ്പോൾ. അല്ല നമുക്ക് ബീച്ചൊന്നും കാണാൻ കഴിയല. ഇനി ഒരിക്കും പോകണോ പകല്? നമ്മൾ രാത്രിയല്ലേ പോയത്. നമുക്ക് കാലത്തോർക്കോ പോകണം. കാലത്ത് എങ്ങനെ ഉണ്ട് നോക്കാൻ. രാത്രി തന്നെ ആയിരിക്കും പൊലിസ്. എന്നാലും നമ്മൊരു ഈവനിങ് ടൈമല്ലേ, സൺസെറ്റിൻ്റെ സമയം. രാത്രിനാട്ടി അതന്നെ പാങ്ങ് സൺസെറ്റ് നോക്കാനല്ലേ ബീച്ചിൽ എല്ലാവരും വരുന്നതന്നെ. അങ്ങനെതാ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിൻ്റെ അടുക്ക് എത്തി. ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ വേങ്ങണ അല്ലെങ്കിൽ കല്ലുമക്കായ വേങ്ങണ എന്ത് വേങ്ങണമെന്ന് കൺഫ്യൂഷനായിട്ടുണ്ട്. അത്ര സാധനമുണ്ട്. കുറേ പേരുണ്ട് അങ്ങനത്തെ തന്നെ സാധനം വെക്കുന്ന. ഇപ്പം എന്താക്കണമെന്ന് അറിയുന്നില്ല ഏത് വേങ്ങണമെന്ന്. അവിടെ പിന്നെ ഫുള്ള് കളിക്കുന്നെല്ലാം ഉണ്ട്. ഇതാ എല്ലാ പിള്ളേർ കളിക്കുന്നുണ്ട്. ട്രെയിനുണ്ട്, പിന്നെ ആ രീതിയിൽ ബലൂണ് പോലത്തെ. അതിൻ്റെ പേര് നമുക്ക് നേരെ അറിയല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായി. ഇതാ ആദ്യം കൊണ്ട് ബലൂണ് വെക്കുന്നുണ്ട്. കുറേ ആൾ വാങ്ങാനെല്ലാം വന്നിട്ടുണ്ട്. ഇതാ നിർത്തിയാച്ചില്ല ട്രെയിന്. ഞാൻ കയറിയിട്ടൊന്നും ഇല്ല. എല്ലാവരും ഇങ്ങനെ കയറുന്നെല്ലാം ഉണ്ടായി. ചെറിയ പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ കയറുന്നുണ്ട്. ഇത് ഞാൻ ചെല്ലിയ ബലൂണിൻ്റെത്, ഹെയർ ബലൂണ് പോലത്തെ. എൻ്റെ പേര് എനിക്ക് നേരെ അറിയാലേ. ഞാൻ ചെറുപ്പത്തിലെല്ലാം കയറീനെ. എൻ്റെ പേര് എനിക്ക് നേരെ ഓർമ്മയില്ല. ആർക്കും അറിയുന്നെങ്കിൽ കമൻ്റ് ആക്കുക. ഇതാ ഫുൾ എല്ലാവരും അവിടെ പായി പിരിച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. കുറേ ആളവിടെ തൂങ്ങുന്നതായിരിക്കലുണ്ട്, കുറേ ആളവിടെ ഇരുന്നിട്ട് മുണ്ടുന്നതായിരിക്കലുണ്ട്, കുറേ ആളവിടെ ബീച്ചിൽ വെള്ളത്തിൽ കളിക്കുന്നതായിരിക്കലുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങതാ വെള്ളത്തിലേക്ക് കീഴാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എന്തോ ഓണാക്കിയിട്ടാ. ഉമ്മതില്ലേ ഫോൺ എന്തോ യൂസ് ആക്കണ്ട വെള്ളത്തിൽ കീഴുമ്പോൾ. അപ്പോൾ ഇതാ ഇവിടെ ഒട്ടകെല്ലാം ഉണ്ടായി. ഇതാ ഒട്ടക, കുതിര എല്ലാം ഉണ്ട്. ഇതാ ഒരു പെണ്ണ് പോകുന്നുണ്ടാ. ഞാൻ എന്തോ കയറിയിട്ടാ. നമ്മൾ വെള്ളത്തിൻ്റെ അടുക്ക് എത്തി. അപ്പോൾ ഞാൻ ഫുള്ള് കളിച്ചിന് വെള്ളത്തിൽ. ഞാൻ ചണ്ടിയായി നോക്കിയിട്ടാ. ഫാൻറ്റും കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഞാൻ ഫുൾ എൻജോയ് ആക്കി വെള്ളത്തിൽ. വെള്ളം കാണുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടം തന്നെയല്ല വെള്ളത്തിൽ കളിക്കാൻ. അങ്ങനെ ബാക്കിയുള്ളവർ അവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടെല്ലാം വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനും എൻ്റെ ഒക്കെ വന്നവരെല്ലാവരും ഫുള്ള് വെള്ളത്തിൽ കളിച്ചതാ. കുറച്ചെല്ലാം വീടെടുത്തിന് വെള്ളത്തിൽ കളിക്കുന്ന. ഞാൻ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ടോളം പോയി. എൻ്റെ ഉമ്മക്ക് ഭയങ്കര പേടി. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത്. ആടെ കളിച്ചിട്ട് അറിയുന്നേ ഇല്ല സമയം പോയത് തന്നെ. ഇതാടെ കണ്ട മൂണെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഫാൻറ്റെല്ലാം ചെണ്ടയായിട്ട് ഫുള്ള് ഇതെല്ലാം കാലെന്തെല്ലാം ആയിക്കൊണ്ടായി. പിന്നെ റൂമിൽ പോയിട്ടാണ് ഫുള്ള് കാലെല്ലാം കയറ്റി ഫുള്ള് റെഡിയായത്. അങ്ങനെതാ ഫുള്ള് കളിച്ചിട്ട് ഫുള്ള് പൊൽസാക്കുന്നുണ്ട് ഞാനിതാ. നിങ്ങൾക്ക് ബീച്ചിലെല്ലാം കളിക്കാൻ ഇഷ്ടമുണ്ടാ? നല്ല കമൻ്റ് ആക്കുക. എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, എന്നാലും ഇഷ്ടമില്ലാത്ത കുറച്ചാളുണ്ടാവുമല്ലോ. ആർക്കും ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതെല്ലാം കമൻ്റ് ആക്കുക. കുറേ ആൾക്ക് പേടിയുള്ളവരുണ്ടാന്ന്. ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കാടമുട്ട എന്തെല്ലാം ഉണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മറന്നു. ഫുഡ് കിട്ടിച്ചാമ്പില്ലേ വീഡിയോ എടുക്കാൻ മറന്നു ഞങ്ങൾക്ക്. ഇതാ കാടമുട്ട. ഇത് വലിയ പാങ്ങൊന്നുമില്ല. ഇതാ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു മോശമില്ലായിട്ട്. ഓക്കെ. അപ്പോൾ ഇതാ ഇഫ ചിക്കനെല്ലാം ഉണ്ടായി. ഇഫ ചിക്കൻ പാങ്ങിയില്ല. പിന്നെ ഞങ്ങളതാ ഇഫ ചിക്കൻ തിന്നിട്ട് ഞങ്ങൾക്ക് ബായി എന്തെല്ലാം ഇനി ഞാൻ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഫുള്ള് റെഡിയായി.
കാടമുട്ട കുഴപ്പമില്ല. പിന്നെ ഉപ്പിലിട്ട വാങ്ങാൻ എങ്ങനെ തന്നെ അതും തിന്നുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടതാ. ഇതെല്ലാം അങ്ങനെ തിന്നത് അതൊന്നും വീഡിയോ എടുക്കാൻ എന്ത് കഴിഞ്ഞിട്ട. പൈനാപ്പിൾ മെങ്ങിനാനി, മാങ്ങ മെങ്ങിനാനി, അതെല്ലാം മെങ്ങിനാനി. എന്തെല്ലാം അറിയുള്ളത് ഇവിടെ. വേഫിള് അങ്ങനത്തെ കുറേ ഉണ്ട്. നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിള്, പപ്പായ, അങ്ങനത്തെ എന്തെല്ലാം ഉപ്പിലിട്ടതും എല്ലാം ഉണ്ട്. എന്ത് ചിലണ്ട ചെല്ലിയും തീരില്ല, അത്ര സാധനം ഉണ്ട് അവിടെ. ചറുമുറ് മാത്രം ഇല്ലാന്ന് തോന്നുന്നത്. അത് നമ്മളെ കാസർഗോഡ് സ്പെഷ്യലല്ലേ, അത് മാത്രമില്ല. അടുത്ത ചൊറണ്ടി ഐസെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ മേങ്ങിയിട്ട് ചൊറണ്ടി ഐസ് എല്ലാവരും ചെന്ന് പാങ്ങില്ല എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൽ കമൻ്റ് ആക്കുക. ഞങ്ങൾ മേങ്ങിയിട്ടൊന്നും ഇല്ലാതെ. പിന്നെ ഐസ്ക്രീം എല്ലാം ഉണ്ടായി. ഐസ്ക്രീം എന്ത് ബാണ്ടായിട്ട് എല്ലാം തിന്നിട്ട് വേറെ നിറഞ്ഞിന്. കാടമുട്ടവും അങ്ങനത്തെ എല്ലാം തിന്നിട്ട് ഇത് ഞാൻ ചെല്ലിയ മാങ്ങാൻ്റെ തന്നെ ഉണ്ട് കുറേ വെറൈറ്റി. ഇടി മാങ്ങ മുറിച്ചിട്ട് ഉപ്പിലിട്ടത്, മുളയിലിട്ടത്, അങ്ങനത്തെ എല്ലാം. ഇതാ നമ്മൾ പൈനാപ്പിൾ മേങ്ങിയിട്ട് ഞാൻ രണ്ടാമത്തെ പൈനാപ്പിൾ തിന്ന അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ നമുക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പൈനാപ്പിൾ തിന്നലേ ഇല്ല ഉപ്പിലിട്ടത്, പക്ഷെ നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. ഓരാടെ മുളയെല്ലാം തേച്ച് തിന്നുന്നുണ്ട്. നമുക്ക് മുളൊന്നും തേച്ചത് ഇഷ്ടമില്ല, അതിനോട് ഞാൻ മറ്റേ ശാലന തിന്നുന്നത്. ഉമ്മക്ക് വേണ്ടാൻ ചൊല്ലി, ഉമ്മക്ക് ഒന്നും തന്നെ മതിയായല്ല, അതിനോണ്ട് ഉമ്മ വേണ്ടാൻ ചൊല്ലി. അങ്ങനെ ധാരാളം ഫുള്ള് തിന്നിട്ട് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം പൊടിച്ചിട്ടില്ലേ, നമുക്കിപ്പോൾ വോയിസ് റെക്കോർഡ് ആക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്ന അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി. നമുക്ക് മാങ്ങ ഇഷ്ടമോ, പക്ഷെ ഞാൻ മാങ്ങ തിന്നിട്ടായിരുന്നു പൈനാപ്പിളിൻ്റെ ടേസ്റ്റിൽ പൈനാപ്പിൾ തന്നെ തിന്നത്. നമുക്കിപ്പോൾ മാങ്ങാനാട്ടി പൈനാപ്പിൾ ഇഷ്ടമായെന്നൊരു തോന്നല നമുക്ക്. അത്രക്ക് നല്ല ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ആടുന്ന് ബീച്ചിൽ നിന്നെല്ലാം കീഞ്ഞിട്ട് നമുക്ക് വേറെ നിറഞ്ഞിനെ. പക്ഷെ നമ്മൾ രാത്രി ഒന്നും ഫുഡ് കഴിക്കണമല്ല, അതിനോട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ തപ്പി നടക്കുന്നുള്ളത്. അതിന് ഇടയ്ക്ക് പോകുമെന്ന് അറിയുന്നില്ല, കുറേ ഹോട്ടലുണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച അവിടെ കോപ്പർ കിച്ചണിൽ കാണുന്നു. ആടുക്കൾക്ക് പോയോ കാലത്ത് ഞങ്ങൾ നടക്കുന്നുള്ളതാ കോപ്പർ കിച്ചണിലേക്ക്. ഫുള്ള് ട്രാഫിക് അവിടെ. ഞങ്ങളുടെ ഇടയിലെല്ലാമായിട്ട് പോകുന്നുണ്ട് അവരോട് നിൽക്കാനെല്ലാം ചെയ്തിട്ട്. അങ്ങനത്തെ ഞങ്ങൾ കോപ്പർ കിച്ചണിൻ്റെ അടുക്ക് എത്തി. കോപ്പർ കിച്ചൺ അതിൻ്റെ അപ്പുറത്ത് തന്നെ ചിക്കിങ് ഉണ്ട്. ചിക്കിങ് ഒന്ന് തിന്നാനിപ്പോൾ വേറെ പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. ചെറുങ്ങനെ ഞാൻ ജ്യൂസ് കുടിക്കാനിട്ട്, ജ്യൂസ് ആകുമ്പോൾ പ്രശ്നമില്ല അല്ലേ, ഞാൻ ജ്യൂസ് കുടിക്കാൻ പോകുന്നുണ്ടത്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. നല്ല ആംബിയൻസും നല്ല പാങ്ങുണ്ട്. അടുത്തൊരു 5 സ്റ്റാർ ഹോട്ടൽ. ഇതാ ഞാനൊരു ജ്യൂസിന് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓറ് അപ്പം, നൂല് പൊറോട്ട, ബട്ടർ ചിക്കൻ അങ്ങനത്തെ എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളമെല്ലാം കുടിച്ചിട്ട് വെയിറ്റ് ആക്കുന്നുള്ളത് ജ്യൂസിന് വേണ്ടിയിട്ട്. ഓറപ്പം ബട്ടർ ചിക്കന് നൂൽ പൊറോട്ട എല്ലാം വരാൻ കുറച്ച് നേരം കാക്കേണ്ട വന്നിനെ. പക്ഷെ എൻ്റെ ജ്യൂസ് ബിയ്യം വന്നിനെ, ഒരു 5 മിനിറ്റിനുള്ളിൽ വന്നിനെ. എത്ര ആളറിയാം, എല്ലാം ഫുള്ള് സീറ്റ് ഫുള്ളായിനെ. അത്ര തന്നെ നല്ല ഉണ്ട് ആംബിയൻസ് എല്ലാം. നമുക്ക് എന്തോരം ഇഷ്ടപ്പെട്ടിനെ. ഞാൻ ഇങ്ങനത്തെ ഹോട്ടലിലേക്ക് ഇങ്ങനെ അധികം വരലില്ലല്ലോ. അപ്പോൾ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നത്. പക്ഷെ അയാൾ ഞങ്ങൾക്ക് പ്ലേറ്റ് തന്നിന്. ഞാൻ ജ്യൂസല്ല ഓർഡർ ആക്കിയത്, പക്ഷെ ഞാൻ അവിടെ പ്ലേറ്റും വെച്ചിട്ട് ഞാൻ കാക്കുന്നുണ്ട് ജ്യൂസിന്. അവിടെ ഫുള്ള് ഇതെല്ലാം ഉണ്ട് ഡെസേർട്ടല്ലോ. പക്ഷെ അതെന്ത് ഞങ്ങൾക്ക് തിന്നാൻ വേറെ ഫുള്ള്, അതിനോണ്ട് ഞാനെന്ത് മെങ്ങിട്ട. അങ്ങനെതാ ജ്യൂസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ആക്കുന്നത്. നമുക്ക് എന്ത് വേണ്ടാന്നുണ്ടായി, പക്ഷെ ഓറ് കോപ്പർ കിച്ചണിലേക്ക് പോയി. ഞങ്ങളൊക്കെ വന്നോറ് ഉമ്മല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ അതൊക്കെ വേണ്ടായിട്ട് ഞാനൊരു ജ്യൂസ് മാത്രം ഓർഡർ ആക്കി. ജ്യൂസല്ല ഷെയ്ക്കാണ് ഓർഡർ ആക്കിയത്. നമുക്ക് മാറിപ്പോയത് ചോക്ലേറ്റ് ഷെയ്ക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായി. 150 അങ്ങനെ എന്തോ റേറ്റ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഓർത് വന്നിട്ടേ ഇല്ല, എൻ്റെ പകുതി മുക്കാൽ ആയിട്ടാകുമ്പോൾ ഓർത് വന്നത്. ഇതാ എൻ്റെ തീരാനായിനതാ, തീർന്നിട്ടാകുമ്പോഴാണ് ഓർത് വന്നത്. അത്ര നേരം ആയിനതാ. ബട്ടർ ചിക്കനും ഒരു നൂൽ പൊറോട്ടവും ഉമ്മതാ വെള്ളപ്പവും മേങ്ങിയത്. ഞാനവിടെ ഓറെ വെയിറ്റ് ആക്കുന്നുണ്ട് എൻ്റെ തീർന്നിട്ട്. അപ്പോൾ ഉമ്മക്ക് ഒരു കഷ്ണം തന്നത് ടേസ്റ്റ് നോക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് വേറെ പറഞ്ഞുകൊണ്ട് ഞാൻ
ഒന്ന് മാത്രം മേങ്ങിയിട്ട് ആടെ കർണാടക കേരള അങ്ങനത്തെ എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാടിലെല്ലാം ഉണ്ട് ഓരോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് എല്ലാം ആകുമ്പോൾ ഓർക്ക് തിന്നിട്ടെല്ലാമായി. അങ്ങനെ ഞങ്ങൾ തിന്നിട്ടെല്ലാം ഇറങ്ങി ഞങ്ങൾ ഇൻ്റർനാഷണലിലേക്ക് എത്തി. ഞങ്ങൾ എന്നിട്ട് അതിൽ റിക്ഷ കയറിയിട്ട് അതിൽ തന്നെ നമ്മളെ ഇൻ്റർനാഷണലിൽ എത്തിയതാ. മൂണില് ഞാൻ കാണിക്കുന്നുണ്ട്, ഹാഫ് മൂണ്. ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പിയ്യോ റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആവാനായിട്ട് അവിടെ ഫുള്ള് ട്രാഫിക്കല്ല. ഞങ്ങൾ റോഡ് കിടക്കാൻ വേണ്ടി കാക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പാർട്ട് 3 വീഡിയോ ഇല്ലേ, അവാർഡ് മേങ്ങുന്നത് അടുത്തല്ലോ, ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ആക്കാം. ഈ വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയെങ്കിൽ കയലായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. ഞങ്ങളെ ഫാൻറ്റിലെല്ലാം നിറച്ച് പോയണ്ടായി. അതെല്ലാം റൂമിലെല്ലാം അതിന് ഓരെന്തോ പറയാത്ത ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് കയറിയിട്ട് ബിയ്യോ ലിഫ്റ്റിൽ പോകുന്നുള്ളത്. റൂമിലേക്ക് ഫ്രഷായി ഇങ്ങ് മതിയായിട്ട് പോയാലെന്ന് പറഞ്ഞിട്ട് കാലെന്തെല്ലാന്ന് ലിഫ്റ്റിൽ കയറുന്നുണ്ട്. ലിഫ്റ്റിൽ നോക്കാം എന്തെല്ലാം ബെരിച്ചിട്ടും കുത്തിയിട്ടെല്ലാം വെച്ചിന്. അടുത്ത വീഡിയോ അടുത്തതിൽ ഷെയർ ചെയ്യാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.